പ്രിയപ്പെട്ടവരെ നമസ്കാരം. KFP യൂത്ത് ഫോറത്തിൻ്റെ ഹെൻക ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാരംഗ്. റെയിൽ 1 ആപ്ലിക്കേഷനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയും. റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കുമ്പോൾ ക്യാപ്ച കോഡ് വരുന്നൊരു പ്രശ്നം നമ്മളൊക്കെ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാപ്ച എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഈ ക്യാപ്ചയിൽ നിന്ന് നമുക്ക് റെയിൽ 1 ആപ്ലിക്കേഷനിൽ OTP സംവിധാനത്തിലേക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ OTP സംവിധാനത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം റെയിൽ 1 ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിക്കാം. റെയിൽ 1 ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹോം ടാബിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. റിസർവേഷൻ ടിക്കറ്റിംഗ് സിസ്റ്റം, റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കാം, റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കാം, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എടുക്കാം. ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് റെയിൽ 1 ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ക്യാപ്ചയിൽ നിന്ന് OTPയിലേക്ക് മാറ്റേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. നമ്മൾ റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കുമ്പോൾ ട്രെയിൻ പുറപ്പെടുന്നതിന് 3 മണിക്കൂറിനുള്ളിൽ മാത്രമേ നമുക്ക് റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് ഉച്ചക്ക് 2:30 പുറപ്പെടുന്ന ഒരു ട്രെയിനിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ ആ ട്രെയിനിൻ്റെ ടിക്കറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റുക രാവിലെ 11:30 ശേഷമാണ്. രാവിലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ, അതായത് 11:30 മുന്നേ തന്നെ ടിക്കറ്റുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ടിക്കറ്റ് വാലിഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കാര്യത്തിലേക്ക് വരാം. റെയിൽ 1 ആപ്ലിക്കേഷനിൽ ഏറ്റവും താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് ഹോം ടാബാണ്, രണ്ടാമത്തത് മൈ ബുക്കിംഗ്സ് ആണ്, പിന്നെയുള്ളത് യു ടാബ്, അതായത് നമ്മുടെ പ്രൊഫൈൽ അടങ്ങുന്ന ആ ഒരു ടാബാണ്. മെനു കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ പ്രവേശിക്കേണ്ടത് യു ടാബിലാണ്. യു ടാബിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലാണ് ഇതിൽ കാണാൻ പറ്റുക. ഇതിൽ പേര്, കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ തന്നെ ഇനി നമ്മൾ കയറേണ്ടത് മൈ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കുറച്ച് താഴോട്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൈ അക്കൗണ്ട്, ഓക്കെ, അതിൽ നമ്മൾ പ്രവേശിക്കുന്നു. ഇതിലും നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഇതിൽ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ കയറേണ്ടത് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ പ്രവേശിക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനൊരു ഓപ്ഷൻ അതിൽ കാണാൻ പറ്റും. അവിടെ നമ്മൾ യെസ് കൊടുക്കുക. ദിവ്യാംഗ് സ്റ്റാറ്റസ് എനേബിൾ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് ഓക്കെ കൊടുക്കുക. നമ്മൾ പുറകോട്ട് വരിക. വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി റിസർവേഷൻ ടിക്കറ്റുകൾ എടുക്കുമ്പോൾ പേയ്മെൻറ്റ് സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ക്യാപ്ച എന്നതിന് പകരം അവിടെ OTP എന്നുള്ളത് കാണാം. OTP നമ്മുടെ SMS-ലേക്ക് വരികയും ആ OTP നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പ്രൊസീഡ് ചെയ്ത് പേയ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും. ഈ ക്യാപ്ച കോഡ് വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ മറ്റൊരാളോട് ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ BeMyEyes പോലുള്ള ആപ്ലിക്കേഷനിൽ ഇട്ടിട്ട് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ OTP ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. KFP യൂത്ത് ഫോറത്തിൻ്റെ ഭാരവാഹികളുമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വരാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.